സമയം രാവിലെ 6:30 ആയിട്ടുള്ളൂ കേട്ടോ. ഇന്നൊരു പണിയുണ്ട്. യാത്ര അട്ടപ്പാടിയിലേക്കാണ്. ദേ ഈ കാണുന്ന ബേക്കറി ഐറ്റംസൊക്കെ വിൽക്കലാണ് ഇന്നത്തെ പ്രധാന പണി. ഇതിനു മുന്നേ ഞാൻ ഈ പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ. പണിയില്ലാതിരുന്ന സമയത്ത് വട്ടച്ചെലവിനുള്ള പൈസ ഇതിലൂടെയാണ് ഉണ്ടാക്കിയിരുന്നത്. ദേ ഞങ്ങൾ യാത്ര തുടങ്ങി. ഇത് എൻ്റെ കുട്ടിയച്ചാണ് കേട്ടോ. ഞങ്ങൾ കാഞ്ഞിരം വഴിയാണ് പോകുന്നത്. തെങ്ങരയുള്ള റോഡൊക്കെ വളരെ മോശമാണെന്ന് അറിയാലോ. ഇതേ ഞങ്ങളിതാ ചുരമൊക്കെ കയറി തുടങ്ങി. നല്ല കോടയാണ് കേട്ടോ. കണ്ണുപോലും കാണാത്ത രീതിയിലുള്ള കോട ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 8:30 മണിയാകുമ്പോൾ നല്ല വിശപ്പ്. കഴിക്കാൻ കയറിയത് മുക്കാലി എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ളൊരു ഹോട്ടലാണ് കേട്ടോ. ട്രീ ടോപ്പ് എന്നാണ് പേര്. ഞാനൊരു 2 പൊറാട്ടയും ഒരു മുട്ട റോസ്റ്റും പറഞ്ഞ് അത്യാവശ്യം തിരക്കില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ. ശേഷം യാത്ര തുടർന്നു. ഇതിനു മുമ്പ് ഞാനിവരൊപ്പം ഈ പണിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിതുവരെ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ഈ പണിക്ക് വന്നിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അട്ടപ്പാടിയിലെ ഉള്ളേരിയയിൽ കുറേ സ്ഥലങ്ങൾ ഞാൻ കണ്ടു. ജെല്ലിപ്പാറ, ഓടപ്പെട്ടി, കാരറ, ഇത്തരമുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇവിടെയും പല സ്ഥലങ്ങളിൽ നല്ല മഴയുണ്ട് കേട്ടോ. അങ്ങനെ സമയം 12:45. വീണ്ടും വിശപ്പ് തുടങ്ങി. അട്ടപ്പാടി വരുമ്പോൾ ഞങ്ങൾ സ്ഥിരം ഫുഡ് കഴിക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഈ സ്പോട്ട് വരുന്നത് കോട്ടത്തറ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റുള്ളൊരു ഹോട്ടലാണിത്. ഇവിടുന്ന് ചോറും കഴിക്കാറുണ്ട്, ബിരിയാണിയും കഴിക്കാറുണ്ട്. പക്ഷെ ഇന്ന് പറഞ്ഞത് ചോറാണ് കേട്ടോ. ചോറും അടിപൊളിയാണ് ഇവിടുത്തെ. ചോറിന് സൈഡായിട്ട് ഒരു അച്ചാറുണ്ട്, ഒരു കയ്പ്പയ്ക്ക കറി, ഒരു തോരൻ, പിന്നെ നല്ലൊരു ചമ്മന്തി, പിന്നെ പപ്പടവും. ഞങ്ങൾ പറഞ്ഞതൊരു സിംഗിൾ ഓംലെറ്റാണ്. പിന്നെ ഇതാ പായസം ഉണ്ടായിരുന്നു കേട്ടോ. പലട പായസമായിരുന്നു. പപ്പടവും കൂട്ടി അതും കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. ചോറിനും ഓംലെറ്റിനും കൂടി ആയത് 160 രൂപയാണ് കേട്ടോ. ചോറിന് 60 രൂപയാണ്, ഓംലെറ്റിന് 20 രൂപ. എന്തായാലും ആ പൈസയ്ക്ക് അത് വെറുത്തായി തോന്നി. ഞങ്ങളിതാ യാത്ര തുടർന്നു. വീണ്ടും അട്ടപ്പാടിയിലെ സ്ഥലങ്ങളിൽ തന്നെയാണ് വീണ്ടും പോകണത് കേട്ടോ. ഷോളയൂര്, ചിറ്റൂര്, ഈ സ്ഥലങ്ങളിലെ ഏരിയയിലൊക്കെ കറങ്ങി ഞങ്ങൾ ഏകദേശം ഒരു 5 മണിയാകുമ്പോൾ ഗൂളിക്കടവ് എത്തിയിട്ടോ. ഗൂളിക്കടവിലെ എൻ്റെ സ്പെഷ്യൽ ഒരു ടീ സ്പോട്ടാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഞാൻ അട്ടപ്പാടിയിൽ നിന്ന് കുടിച്ചിരുന്ന ഏറ്റവും ബെസ്റ്റ് ചായ എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. ചായയും ഒരു ഉഴുന്നുകൂടിയും കഴിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. ഏകദേശം ഒരു 7:30 മണിയായിട്ടോ ഞങ്ങൾ ചുരം ഇറങ്ങി വന്നപ്പോൾ. ഇതേ വീട്ടിലെത്തി വണ്ടി നിർത്തിയത് ഏകദേശം 8:28. വീട്ടിലെത്തിയതാ ചപ്പാത്തിയും കറിയും കഴിച്ച് ഒരു സിനിമ കാണുന്നു വെച്ചു. ദിലീപിൻ്റെ കഥാവിശേഷം എന്ന് പറയുന്ന സിനിമയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സിനിമയുടെ വിശേഷങ്ങൾ നാളെ പറയാം. ബൈ.